സഹോദരനോട് വർത്താനം പറഞ്ഞപ്പോൾ പല കാര്യങ്ങളും പറഞ്ഞു. ചില ആൾക്കാർ ഭീഷണിപ്പെടുത്തും, പലതും ഉണ്ടായിട്ടുണ്ട്, എന്നാലും പുറകോട്ട് പോകില്ലെന്നാ പറഞ്ഞത്. ആ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ എങ്ങനെങ്കിലും എത്തിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ മീഡിയക്കാരതൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അതിനോട് സോഷ്യൽ മീഡിയ വഴിയുള്ളവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെങ്കിലും ആ കുറ്റവാളിയെ നിയമത്തിന് മുന്നിൽ വരട്ടെ. ആ ചേട്ടൻ പറയണ വാക്കുകൾ വേണമെങ്കിൽ അന്വേഷണവും നിയമ നടപടികൾ ചെയ്യണമെന്ന് കോടതി നമുക്ക് ആവശ്യമുണ്ട്. അവിടെ ഒരുപക്ഷെ എന്താണ് നടക്കുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇപ്പം ഇങ്ങനെ നടക്കുന്ന സമര രീതി തിരുവനന്തപുരത്തൊന്ന് നടന്ന് ഈ രീതിയിലൊക്കെ വരാൻ കാരണം ഇവരുടെ ഭയങ്കരമായ രീതിയിലുള്ള കുറ്റം. ഇവിടുത്തെ പാർട്ടിക്കാരും പോലീസുകാരും ഇവർ വേറെ ആൾക്കാരെ വിട്ട് നമ്മളെ അടിക്കുക, നമ്മളെ ഭീഷണിപ്പെടുത്തുക, അടിക്കുക, ആയുധങ്ങൾ പല രീതിയിൽ മാരകമായ ശക്തി പോലുള്ള പല ആയുധങ്ങൾ നമ്മളെ കൊല്ലാൻ ശ്രമിക്കുക, എന്നിട്ട് ഇവരെ അക്രമം സൃഷ്ടിക്കുക, അക്രമം ഉണ്ടാക്കുക, എന്നിട്ട് നമുക്കെതിരെ കേസെടുക്കുക, ആരും അറിയാതെ അറസ്റ്റ് ചെയ്യുക, പോലീസ് വാഹനത്തിൽ വണ്ടിക്കകത്ത് വെച്ചൊക്കെ നമ്മൾ തിരുവനന്തപുരത്തൊക്കെ